ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐ ക്യാൻഡിയാണ്. ഫേമസ് ആയിരുന്നു ഇവരുടെക്ക് ഐ ക്യാൻഡി അഥവാ കണ്ണുമിഠായി. അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പറയാം, കണ്ണുമിഠായി എന്ന് പറയും. ഞാനിത് യൂട്യൂബിലും അങ്ങനെ വീഡിയോസിലൊക്കെ കുറെ റീൽസിലോ എവിടേക്കോ കുറെ ഇങ്ങനെ വൈറലായിട്ട് കണ്ടിട്ട് ഇത് ഭയങ്കര ഡേഞ്ചറസ് മിഠായിയാണ് പിള്ളേർക്ക്, അങ്ങനത്തെ രീതിയിലാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് വൈറലായത്. അങ്ങനെ കണ്ടിട്ടാണ് ഞാനിത് പോയി മേടിച്ചത്. അങ്ങനെ തപ്പി അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ച് മേടിച്ചാണ്. ആക്ച്വലി ഇത് ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇത് പല കളേഴ്സിലാണ് വരുന്നത്. ഇങ്ങനെ ഗ്രീൻ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഒരു ഓറഞ്ച് യെല്ലോ, അങ്ങനത്തെ ഒരു കളറും കൂടിയാണ് ഇതിന് വരുന്നത്. നമ്മുടെ സാധാ ബേക്കറിയിലൊക്കെ കിട്ടും കേട്ടോ. ഞാനിത് അടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങിയതാണ്. 10 രൂപയാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പാക്കിംഗ് വരുന്നത്. 2 സെയിം കളർ വെക്കുമ്പോൾ നല്ല കറക്റ്റ് കണ്ണ് പോലെ ഇരിക്കും. ഒരു വിയേർഡ് പാക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ലുക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കാണാനൊരു കുറച്ച് ഞാനിത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. എനിക്കിത് കണ്ടിട്ട് നല്ലാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പിന്നെ വീഡിയോസിലൊക്കെ കണ്ടത് ചിലവർക്ക് ഇത് ഇഷ്ടമായില്ല, കുറച്ച് പേര് അത് ഇഷ്ടമായി എന്ന് പറയുന്നു, കുറെ പേര് ഇഷ്ടമായില്ലെന്ന് പറയുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ ഒരു കളർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന്റെ പാക്കിംഗ് കുറച്ച് കണ്ടോ, ആ ഒരു ഇതിൽ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ജസ്റ്റ് വലിച്ചു പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ടഫാണ് ഇത് പൊട്ടിക്കാനായിട്ട്. അതുകൊണ്ട് തീരെ ചെറിയ പിള്ളേർക്കൊന്നും ഇത് പൊട്ടിച്ചു കഴിയാൻ സ്വന്തമായിട്ട് പറ്റത്തില്ല. ആരെങ്കിലും വലിയ ആൾക്കാർ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നമുക്കിത് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ നമ്മൾ പൊട്ടിക്കുമ്പോൾ അതിന്റെ പുറത്ത് ചളങ്ങിയാലും ഉള്ളില് മിഠായിക്ക് ഷേപ്പിന് വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. ഞാനിത് പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ അതിന് വലിച്ചിട്ട് 2 സൈഡിലോട്ട് ഞാൻ നഖം വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് അത് പൊളിക്കുന്നത്. ഇങ്ങനെയാണ് അത് പൊളിച്ച് കഴിയുമ്പോൾ കേട്ടോ, വൈറ്റ് കളറില്. ഇപ്പൊ താഴെപ്പോയനെ. അപ്പോൾ ഇങ്ങനെയാണ് കളർ വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ഞാൻ അതിനെ പൊളിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു പാക്കിംഗ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിന്റെ പാക്കിംഗ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, എനിക്കിഷ്ടമായി. പക്ഷെ ചിലർക്ക് വിയേർഡായിട്ട് തോന്നും. അപ്പൊ ഇനി മിഠായിയെ പറ്റി പറയാം. അപ്പൊ ഇനി നമുക്ക് ക്യാൻഡിയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഒരു എക്സ് ഷേപ്പ് പോലെ കാണുന്നുണ്ടോ, ഒരു ക്രോസോ അങ്ങനെ എന്തോ. ഞാൻ നേരത്തെ ഒരെണ്ണം പൊടിച്ചിട്ട് അങ്ങനെ കണ്ടില്ല കേട്ടോ. ഇവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പീസും കണ്ടു. നേരത്തെ പൊടിച്ച പാക്കിങ്ങിൽ അവിടെ ഒരു ഹോളായിരുന്നു. ഞാൻ 1-2 പൊട്ടിച്ച് കഴിച്ചു നോക്കിയായിരുന്നു. കാരണം പല കളേഴ്സിലുള്ള കാരണം എല്ലാത്തിനും സെയിം ടേസ്റ്റ് ആണോ അതോ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആണോ എന്നറിയാൻ. അപ്പൊ ഇത് ഇങ്ങനെയാണ് കേട്ടോ പ്രസ് ചെയ്യുമ്പോൾ വരുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ സെയിം ഷേപ്പിലോട്ടാക്കി വെക്കാൻ പറ്റും. നമ്മളിത് പ്രസ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചാലും തിരിച്ച് സെയിം ഷേപ്പ് ആക്കാൻ പറ്റും. ഞാൻ ഓപ്പൺ ചെയ്ത് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് പല കളേഴ്സിൽ വരുമെങ്കിലും എല്ലാത്തിനും സെയിം ഫ്ലേവർ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ 2-3 കഴിച്ചു നോക്കി സെയിം ഫ്ലേവർ ആണോ എന്നറിയാൻ. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളിലൊരു ജാം പോലെ അല്ലെങ്കിൽ ഒരു ജെല്ലി പോലെ ഒരു ലിക്വിഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെമി ലിക്വിഡ് ഫേസിൽ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഫ്ലേവറിങ് തരുന്നത്. ആക്ച്വലി ഇങ്ങനത്തെ സ്റ്റിക്കി ആയ സാധനമാണ്. അതിന് സ്ട്രോബെറി ഫ്ലേവർ ആണ് കേട്ടോ. എല്ലാത്തിനും സ്ട്രോബെറി ഫ്ലേവർ ആണ്. എനിക്ക് പേഴ്സണലി ഈ ചോക്ലേറ്റ് ഇഷ്ടമായി, ഈ മിഠായി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നില്ല. ഈ ക്യാൻഡി എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ടെക്സ്ചർ വരുന്നത്. നമുക്ക് ഇങ്ങനെ വലിച്ചു പൊട്ടിക്കാൻ പറ്റും. നമ്മുടെ മാർഷ്മെല്ലോ ഒക്കെ ഇല്ലേ, അതിന്റെ തന്നെ നല്ല കട്ടിയുള്ള ഒരു വേർഷൻ അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഒരു ജ്യൂസ് പോലത്തെ സാധനം അതിനകത്ത് ഫിൽഡ് ആണ്, ഒരു ജാം പോലെ ഒരു ഐറ്റം അതിനകത്ത് ഫിൽഡ് ആണ്. റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ പൊട്ടിച്ച് ഞാനിത് കൂടുതലും പൊട്ടിച്ചാണ് കഴിച്ചത്. കാരണം ഇത് ഡേഞ്ചറസ് ആണെന്ന് കേട്ടിട്ട്. കാരണം ഇത് ഒരുമിച്ച് ഇങ്ങനെ അങ്ങനെ വിഴുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. ബബിൾ കം പോലെ അല്ല, പക്ഷേ ഒരു മാർഷ്മെല്ലോടെ ഒരു കട്ടിയായിട്ടുള്ള ഒരു വേർഷൻ ആണ് കേട്ടോ. പിള്ളേർക്ക് കൊടുക്കുന്നവർ ശ്രദ്ധിക്കണം. ഇത് പിള്ളേർക്ക് അത്ര വലിയ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ടേസ്റ്റ് കൊണ്ട് നല്ലതാണെങ്കിൽ അത്യാവശ്യം ഒരു 6-7 വയസ്സുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പൊട്ടിച്ച് കൊടുക്കുക. കാരണം ഇത് ഫുള്ളായിട്ട് വായിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വിഴുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിഴുങ്ങി പോയി കഴിഞ്ഞാൽ തൊണ്ടയിൽ ചക്കായിരിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഞാൻ പോലും പേടിച്ചിട്ട് കടിച്ചാണ് കഴിച്ചത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ജസ്റ്റ് 1 ടൈം ഒക്കെ റെക്കമെൻഡ് ചെയ്യും. ഞാൻ പല പ്രാവശ്യം വാങ്ങി കഴിച്ചായിരുന്നു. എൻ്റെ പല ഇതുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ.